പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് ചോറ്. 3 നേരവും ചോറ് കഴിക്കുന്നവരും നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. ഈ അടുത്ത കാലത്തായി പ്രമേഹം നമ്മുടെ നാട്ടിൽ വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 5ൽ 2 പേരും പ്രമേഹ രോഗികളായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കേരളത്തിൽ. പലരും ചോറിനെയാണ് ഇതിന് കാരണമായിട്ട് പഴിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ചോറിന്റെ ഉപയോഗം കുറയ്ക്കുവാൻ പലരും ആഗ്രഹിക്കുന്നവരുണ്ട്. പ്രമേഹ രോഗികളും അതുപോലെ തന്നെ പ്രമേഹം വരാതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരും ചോറിന്റെ ഉപയോഗം കുറയ്ക്കാനോ അല്ലെ ചോറ് ഉപേക്ഷിക്കാനോ തയ്യാറാണ്. പക്ഷെ അങ്ങനെയുള്ളവർ ചോദിക്കുന്ന ഒരു ചോദ്യം, ചോറിന് പകരം നമുക്ക് എന്ത് കഴിക്കാം എന്നുള്ളതാണ്. ആ വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ചോറിന് പകരം കഴിക്കാവുന്ന ചില പദാർത്ഥങ്ങളുണ്ട്, അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ചോറ് കഴിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ചോറിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ചോറിന്റെ അളവ് കുറച്ച് കറികളുടെ ഉപയോഗം കൂട്ടുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്ന കാർബോഹൈഡ്രേറ്റ് അല്ലെ അന്നജത്തിന്റെ അളവ് നമുക്ക് ഗണ്യമായിട്ട് കുറയ്ക്കുവാൻ സാധിക്കും. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതും ചെയ്യാവുന്നതുമായ ഒരു കാര്യമാണ്. ചോറ് കൊണ്ട് തന്നെ നമുക്ക് വയറ് വീർക്കണം അല്ലെ വിശപ്പടങ്ങണം എന്നില്ല. അപ്പോൾ ചോറിന്റെ അളവ് കുറച്ച് കറികള്, പ്രത്യേകിച്ച് പച്ചക്കറികള്, അതായത് കിഴങ്ങ് വർഗം അല്ലാത്ത പച്ചക്കറികൾ, അതുപോലെ തന്നെ മത്സ്യങ്ങള്, മുട്ട, ഇങ്ങനെ പ്രോട്ടീൻ അടങ്ങിയ മറ്റു പല ഭക്ഷണ സാധനങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തി മെനു നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. രണ്ടാമതായിട്ട് ചോറിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന അരി, അത് തവിടുള്ള അരി നമ്മൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ചാക്കരി ലഭ്യമാണ്, പച്ചരി ലഭ്യമാണ്, സാധാരണ കുത്തരി ലഭ്യമാണ്. ഈ 3 അരികളിലും തവിട് നീക്കം ചെയ്തിട്ടാണ് നമ്മുടെ മാർക്കറ്റിൽ എത്തുന്നത്. പണ്ട് കാലത്ത് നമ്മൾ നെല്ല് കുത്തുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു. ഉരൾ ഉപയോഗിച്ചായിരുന്നു അത് കുത്തിക്കൊണ്ടിരുന്നത്. അന്ന് അതിന്റെ തവിട് നമ്മൾ നീക്കം ചെയ്യപ്പെടുകയില്ലായിരുന്നു. അങ്ങനെ തവിട് നീക്കം ചെയ്യാതെ അരിയുടെ ചോറാണ് നമ്മുടെ പൂർവികർ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അടുത്ത കാലത്തായി നമ്മൾ നെല്ല് കുത്തുന്നത് മില്ലിലാക്കിയിട്ടുണ്ട്. അവരതിന്റെ തവിട് നീക്കം ചെയ്യുന്നു. അരി കൂടുതൽ കാലം കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് തവിട് അവർ നീക്കം ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ തവിട് നീക്കം ചെയ്യുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ, ഏതാണ്ട് 13ഓളം പോഷകങ്ങൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അതിലടങ്ങിയിരിക്കുന്ന നാരുകളും വൈറ്റമിനും ഒക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കിട്ടുന്ന അരിയുടെ ചോറ് കഴിക്കുമ്പോഴാണ് നമ്മുടെ രക്തത്തിലെ പഞ്ചസാര ക്രമാതീതമായി ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ആ ചോറിന് വേണ്ടി എടുക്കുന്ന അരി അത് തവിടുള്ള അരി ആയിരിക്കണം എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തവിടുള്ള കുത്തരി ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ്. അത് പല പേരിലും ലഭ്യമാണ്. റോബിൻ ഫുഡ് ഉണ്ട്, അതുപോലെ തന്നെ ജയ അരി ഉണ്ട്. നെല്ല് കുത്തുന്ന പല ആധുനിക മില്ലുകാരും തവിട് കളയാതെയുള്ള അരി ഇന്ന് മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് തവിടുള്ള അരിയുടെ ചോറ് കഴിക്കുക. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി നമുക്ക് ചോറിന് ഉപയോഗിക്കാവുന്ന ചില ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ പകരം ഉപയോഗിക്കാവുന്ന ചില സംവിധാനങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചോറിന് വേണ്ടി നമുക്ക് അരി അല്ലാതെ ഉപയോഗിക്കാവുന്നത്? നമ്മുടെ നാട്ടിൽ ലഭ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ധാന്യമാണ് ഗോതമ്പ്. അത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ധാന്യവും ഗോതമ്പ് തന്നെയാണ്. പക്ഷേ അരിയും ഗോതമ്പും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. രണ്ടിനകത്തെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ഏതാണ്ട് ഒരുപോലെയാണ്. അതുപോലെ തന്നെ അതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സിലും വലിയ വ്യത്യാസമില്ല. അപ്പോൾ അരിയിൽ നിന്ന് നമ്മൾ ഗോതമ്പിലേക്ക് മാറിയത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നും കൂടുതലായിട്ട് കിട്ടുന്നില്ല. അത് തന്നെയുമല്ല, ഈ ഗോതമ്പിനകത്തുള്ള ഗ്ലൂട്ടിന് അലർജി ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ്, വളരെ സാധാരണയാണ്. അപ്പോൾ ഗോതമ്പ് നമുക്ക് അതിനൊരു ആൾട്ടർനേറ്റീവ് ആണെങ്കിലും ഗോതമ്പ് അത്ര മെച്ചമല്ല എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കാവുന്നത് ഓട്സ് ആണ്. ഓട്സ് നല്ലൊരു ധാന്യമാണ്. അതിനകത്ത് നാരുകൾ ധാരാളമുണ്ട്, പ്രോട്ടീൻ ധാരാളമുണ്ട്, മറ്റു പോഷകങ്ങളുണ്ട്. അപ്പോൾ ഓട്സ് നമുക്ക് അരിക്ക് പകരം അല്ലെങ്കിൽ ചോറിന് പകരമായിട്ട് നമുക്ക് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ധാന്യമാണ്. അപ്പോൾ ഓട്സ് നമുക്കതോടെ പരിഗണിക്കാം. പിന്നെ നമുക്ക് ബാർലി ഉപയോഗിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് മില്ലറ്റ്സ് ഉപയോഗിക്കാം, അതായത് ചെറുധാന്യങ്ങൾ. ഈ ചെറുധാന്യങ്ങൾ പോഷകങ്ങളാൽ സമൃദ്ധമായ ഒന്നാണ്. അരിയിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ ഉണ്ട്, കൂടുതൽ നാരുകളുണ്ട്, മറ്റു പോഷകങ്ങളുണ്ട്. അപ്പോൾ മില്ലറ്റ്സ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ചോറിന് പകരം ഉപയോഗിക്കാവുന്നതാണ്. പലതരത്തിലുള്ള മില്ലറ്റ്സ് ഇന്ന് ലഭ്യമാണ്. തിന ഒരു മില്ലറ്റ്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്ന റാഗി
ഏറ്റവും നല്ല ഒന്നാണ്. അതിനകത്തെ പ്രോട്ടീൻ കണ്ടന്റ് ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മില്ലറ്റ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മില്ലറ്റ്സ് തിരഞ്ഞെടുത്ത് നമുക്ക് ചോറിന് പകരമായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് രണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളെ പറ്റി കൂടി പരിചയപ്പെടുത്താം, ചോറിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നത്. ഒന്ന് തെക്കേ അമേരിക്കയിൽ നിന്നും ഉണ്ടായ ഒന്നാണ്. അതിനെ ക്വിനോവ എന്നാണ് മലയാളത്തിലും പറയുന്നത്. അത് ഒരു ചീരയുടെ വംശത്തിൽപ്പെടുന്ന ഒരു സസ്യമാണ്. അതിൻ്റെ വിത്തുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ പോഷക സമൃദ്ധമായ ഒന്നാണ് ക്വിനോവ. അത് ധാരാളം ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട് ചോറിന് പകരമായിട്ട്. അതിനകത്ത് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ്, അതിനകത്ത് നാരുകളുടെ അംശം കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് ഈ ചോറിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ക്വിനോവ. അത് വളരെ പോഷക സമൃദ്ധമായ ഒരു സൂപ്പർ ഫുഡ് അല്ലെ സൂപ്പർ ഗ്രെയിൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണത്. പിന്നെ നമുക്ക് വെജിറ്റബിൾ ബേസ്ഡ് അരികളുമുണ്ട്. അതിലേറ്റവും ഒന്നാണ് കോളിഫ്ലവർ റൈസ്. അതുപോലെ തന്നെ നമ്മൾക്ക് ബ്രോങ്കോളി റൈസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചോറിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളും ഉണ്ട്. അവയെപ്പറ്റിയൊക്കെ ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.